പപ്പേ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് കുറെ സ്റ്റോറിയൊക്കെ നമുക്ക് ഡെയിലി വാർത്തയിൽ വരുന്നുണ്ടല്ലോ. അതേപറ്റി പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? അത് രാഹുൽ മാങ്കൂട്ടം നല്ല നല്ല മിടുക്കനായ ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം ചെറുപ്പം മുതലേ അങ്ങനെ ചില കുശില പ്രവൃത്തികളൊക്കെ ചെയ്ത് ആരും പിടിക്കപ്പെടാതെ വളരെ തന്ത്രപൂർവ്വം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം പാലക്കാട് MLA ഒക്കെ ആയി നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു MLA ആണ്. പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണെന്നാണ് കേട്ടത്. നാട്ടുകാർ പറയുന്നത് പണ്ട് മുതലേ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചതാണെന്ന് പറഞ്ഞത്. അവിടെ JNUവിലൊക്കെ പോയി പഠിച്ച് വന്ന ഒരു ആളാണെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി നാട്ടിലൊന്നും വലിയ ഇതില്ലെങ്കിലും പുള്ളി ഈ അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തും പിന്നെ റീൽസുകളൊക്കെ ഉണ്ടാക്കിയൊക്കെ നല്ല ഫേമസ് ആയ ആളാണ്. നല്ല വാചാലതയാണ്, ആരെയും വെല്ലുവിളിക്കും, നല്ല തൻ്റെടിയായ നേതാവാണ്, ഭാവി ഉണ്ടായിരുന്നു. പക്ഷേ ലുക്കൊക്കെ ഉണ്ട്. അങ്ങനെ ലുക്കൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. ഒന്ന് രണ്ട് വേറെ ഒരു നേതാവ് ഉണ്ട്, അടുത്ത ആൾ നല്ല ലുക്കാണ്. പുള്ളിയൊക്കെ ഈ ലോഡ്ജിലോട്ടൊക്കെ ആളെ വിളിക്കുന്ന ആൾ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കൊരു കോഴിയുടെ സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. കോഴി പല രീതിയിലുണ്ടല്ലോ. നാടൻ കോഴിയുണ്ട്, പിന്നെ ഈ ഗിരിരാജനുണ്ട്, ലഗോണുണ്ട്, ഇങ്ങനെയുള്ള പല കോഴികളുണ്ട്. എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു കോഴിയാണെന്നൊരു മാർക്സിസ്റ്റിലും ഉണ്ട് കോഴി, BJPയിലും ഉണ്ട് കോഴി എല്ലായിടത്തും ഉണ്ട്. പിന്നെ കോഴിയുടെ സ്വഭാവം എല്ലാവരും ഒന്നും വിളിച്ചു പറയാറില്ല, ചിലരൊക്കെ വിളിച്ചു പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇച്ചിരി കടുത്ത കോഴിയാണ്, ഭയങ്കര സ്ട്രോങ് ആയുള്ള ആളാണ്. ഇങ്ങനെ ഇങ്ങാർക്കിതൊരു വ്യാപകമായ കൃഷിയായിരുന്നു. രാഹുലിന് ഇതൊരു കൃഷിയാണ്. പുള്ളി ഇങ്ങനെ പലരെയും ചതിക്കുകയും പലരെ ഇപ്പം 3 പുറത്തോട്ടായെന്നാണ് പറഞ്ഞത്. വേറെ ഇനിയുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര പേര് പുറത്തോട്ട് വരുമെന്ന് അറിയത്തില്ല. ഏതായാലും ആദ്യത്തെ ഏതോ ഒരു പാർട്ടി ഈ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവരുടെ പരിസ്വഭാവം പുറത്തായി. ഈ കോൺഗ്രസ്സുകാർക്ക് അറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണെന്നും ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇവനെ നേരത്തെ പുറത്താക്കാഞ്ഞതും ഇത്രയും ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വിട്ടുകൊടുത്തതും എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും ഇവർ തള്ളിപ്പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ളവനെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഈ പാർട്ടിയുടെ സ്ഥിതി എന്താവും? അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രശ്നം എന്നാന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, കൊല്ലുക എന്നുള്ളതാണ്. എന്നാ ഒരു മനുഷ്യനാണ് കുട്ടികളെ ഉണ്ടാക്കി കൊല്ലുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായ ഒരു ഇടപാടാണ്. ഇവനൊക്കെയാണ് നേതാവ്, ഇവനൊക്കെയാണ് ഭാവിയിലെ മന്ത്രിയായി മുഖ്യമന്ത്രിയായി രാജ്യം ഭരിക്കാൻ വേണ്ടി വരുന്നവനാണ്.